നീ മനസ്സൊന്നും മാറ്റാൻ പറ്റില്ല. നിശ്ചയിച്ച കല്യാണം നടന്നേ പറ്റൂ. ഞങ്ങൾ എല്ലാവരും കൂടി നടത്തിക്കോളാം, അല്ലേ കല്യാണി? അതെ. ഒരു കണക്കിന് നിശ്ചയിപ്പ് നടത്തിയിരിക്കുന്നത് നല്ലതാ മോളെ. കല്യാണത്തിന് ദിവസമാകുമ്പോഴേക്കും ഈ മുറിവൊക്കെ കരിഞ്ഞ് ഞാനും ഉഷാറായിരിക്കുമല്ലോ. അതുകൊണ്ടാ കല്യാണം കുറച്ച് നീട്ടിവെക്കുന്നത്. അല്ലെങ്കിൽ ഉടനെ നടത്തിയേനെ. എന്റെ ടെൻഷൻ അതല്ല, പുറത്തുള്ള ദുഷ്ടന്മാര് പരോളോ മറ്റോ ഇറങ്ങുന്ന എന്റെ മോനും ആ ഗംഗാപ്രസാദും ജയിലിയാടിയോ മറ്റോ വന്നു കഴിഞ്ഞാ അവര് പുറത്തു വരാതിരുന്നിട്ടും കുഴപ്പമുണ്ടായില്ല അച്ഛാ. സ്റ്റെഫി എന്ന് പറയുന്ന പെൺകുട്ടി ഗംഗാപ്രസാദിന്റെ ആളാണോന്ന് സംശയമുണ്ട്. നീല അവളെ പറ്റി ഞാനും അമ്മയൊക്കെ അന്വേഷിച്ചോണ്ടിരിക്കാം. അതിന് അവളല്ലേ ബൈജു കല്യാണം കഴിക്കാൻ പോയത്? ബൈജുവിനെ അവള് പരിചയപ്പെട്ടത് തന്നെ സംശയിക്കുന്ന ഒരു സാഹചര്യത്തിലാ. അന്നുണ്ടായ ബൈജുവിന് നേരെയുള്ള ആ ഗുണ്ടാക്രമണം അവള് മനഃപൂർവ്വം ഉണ്ടാക്കിയ ഒരു നാടകമാണോന്ന് സംശയമുണ്ട്. അതാണ് സത്യം. ഇനിയിപ്പം ദിലീപേട്ടനും ഭയക്കണം. നല്ലൊരു കുടുംബജീവിതം എനിക്കുണ്ടാവുന്നത് ഗംഗയ്ക്ക് സഹിക്കാൻ പറ്റില്ല. അതുകൊണ്ട് ദിലീപേട്ടനെ അവൻ ടാർഗറ്റ് ചെയ്യും. എന്റെ എല്ലാ പോരായ്മകളും കിരണും കല്യാണിയും ദിലീപേട്ടനെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. പക്ഷേ ഇങ്ങനൊരു ഭീഷണിയെക്കുറിച്ച് പറഞ്ഞില്ല. അത് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ കല്യാണാലോചന നടക്കില്ലായിരുന്നു. അങ്ങനെയൊക്കെ നമ്മൾ പറയുമ്പോഴും എന്റെ ജീവിതത്തിൽ ഇപ്പോ ഒരു പുതിയൊരാളാ കടന്നു വരാൻ പോകുന്നു. അവൻ എന്തെങ്കിലും ഒരു പരിക്ക് സംഭവിച്ചു കഴിഞ്ഞാ അല്ല, ഒന്നും സംഭവിക്കത്തില്ല. കിരൺമോന്റെ അച്ഛനമ്മയൊക്കെ നോക്കിക്കോളൂ. ഒന്നും സംഭവിക്കത്തില്ല. അല്ലെങ്കിൽ തന്നെ എന്ത് സംഭവിക്കാനാ? മക്കളെ, എന്തൊക്കെ രീതിയിലാ അവര് എന്റെ ശവത്തിന്റെ പുറത്തൂടെ കയറിട്ടെ അവർക്ക് നിങ്ങളെ അവരന്വേഷിക്കുമ്പോ എനിക്കിവിടെ വരാൻ അടിത്തറയുണ്ട്. എനിക്കിവിടെ റിലേറ്റീവ്സ് ഉണ്ട്. ചില ബിസിനസ്സുമായിട്ട് എനിക്ക് കണക്ഷനും ഉണ്ട്. അതുകൊണ്ടായിരിക്കും അറസ്റ്റ് രേഖപ്പെടുത്താത്തത്. പക്ഷെ പോലീസിനേക്കാളും കൂടുതൽ പേടിക്കേണ്ടത് പുറത്തുള്ളവരെയാ, പ്രത്യേകിച്ച് കിരണിനെയും കല്യാണിയെയും. അതൊക്കെ വിട്. ഞാനിപ്പോ വന്നതേ അതേപറ്റി പറയാനൊന്നുമല്ല. നമ്മുടെ ആൾക്കാര് നമ്മുടെ എതിരാളികൾക്ക് പിന്നാലെ തന്നെ ഉണ്ടല്ലോ. അങ്ങനെ അറിഞ്ഞതാ. ഒരുത്തൻ ഒരു സിവിൽ എഞ്ചിനീയറാണ്. ദിലീപ് എന്നോ മറ്റോ ആണ് പേര്. അവൻ പെണ്ണ് കണ്ടുപോയി, നിന്റെ പെങ്ങളെ. സത്യമാണ് നീ പറയുന്നത്? അതെ. അവളൊരു രോഗത്തിന് അടിമയാണ്. അതുകൊണ്ട് വിവാഹമേ വേണ്ടെന്നും പറഞ്ഞ് നിൽക്കുമായിരുന്നു. ആ രോഗത്തിന് ശമനം ഉണ്ടായി കാണും. അതുകൊണ്ടായിരിക്കും അവൾ ഇങ്ങനൊരു തീരുമാനം എടുത്തിട്ടുണ്ടാവുക. അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് ഒരു കുഞ്ഞ് ജനിക്കണമെന്ന് അവൾക്ക് ആഗ്രഹം ഉണ്ടായി കാണും. മരിക്കുന്നതിന് മുൻപ് കുഞ്ഞിനെ അമ്മയെ ഏൽപ്പിച്ചിട്ട് പോകാനായിരിക്കും അവൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അത് സത്യവാ. ആ പറഞ്ഞതിൽ കാര്യമുണ്ട് സ്റ്റെഫി. അങ്ങനെയെങ്കിൽ ആ വിവാഹം തടസ്സപ്പെടുത്തിയേ പറ്റൂ. എനിക്ക് പുറത്തുനിന്ന് ഓരോന്ന് ചെയ്യാൻ പരിമിതിയുണ്ട്. പ്രത്യേകിച്ചും ഞാനിപ്പോ നിരീക്ഷണത്തിലായതുകൊണ്ട്.